ബി.ജെ.പി. പ്രതിനിധി ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും വിസ്ഫോടനത്തെയും അതിൻ്റെ വളർച്ചയെയും എല്ലാം തന്നെ പ്രണയിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത രോമാഞ്ചം വന്നു. ചെങ്കോല് പാർലമെൻറ്റിനകത്ത് കൊണ്ടുവച്ച ആൾക്കാരാണ്. ചെങ്കോല് പാർലമെൻറ്റിനകത്ത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ വന്ന മുഴുവൻ ബില്ലുകളും ഇനി വരാനിരിക്കുന്ന ബില്ലുകളും എല്ലാം തന്നെ റീനെയിം ചെയ്യുകയാണ്. ബില്ല് അമെൻഡ് ചെയ്തിട്ട് റീനെയിം ചെയ്യുകയാണ്. എല്ലാം വായിക്കൊള്ളാത്ത സംസ്കൃത പേരുകളാണ്. മനസ്സിലായില്ലേ? ശാസ്ത്ര സാങ്കേതിക വിദ്യ മുമ്പോട്ടാണ് അത്ര നടക്കേണ്ടത്. പുള്ളി പറയുകയാണ് സർവോപരി ഉന്നത കുലജാതൻ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഉന്നത കുലജാതൻ. ആ ഉന്നത കുലജാതരുടെ കൂട്ടത്തിലാണ്. മനസ്സിലായില്ലേ? രാജ്യം മുമ്പോട്ട് കുതിക്കുന്ന സമയത്താണ് ഉന്നത കുലജാതിയിൽ ഇപ്പോഴും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ആളുകളുടെ പ്രതിനിധി വന്നിരുന്നിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ജിൻഡോ പറഞ്ഞതുകൊണ്ട് ഇത് ഗോമൂത്രത്തിൻ്റെ കാര്യവും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഒരു മോഡേണിറ്റിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെയും എല്ലാം തന്നെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ ചേഞ്ചിൻ്റെ വിസ്ഫോടനകരമായ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം മാറുന്ന ഒരു കാലത്ത് രാജ്യത്തെ പിറകോട്ട് നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മേലാണ് ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ആ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയുടെ ഏറ്റവും വലിയ പോരായ്മയായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിനോ ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും അതിൻ്റെ വളർച്ചയുടെയും വിസ്ഫോടനകരമായ വളർച്ചയാണ്. ആ വളർച്ചയിൽ നമ്മുടെ രാജ്യം നോക്കുകുത്തിയായി മാറുന്നാൽ നമ്മുടെ രാജ്യം പതിറ്റാണ്ടുകളോളം പുറകോട്ടടിക്കപ്പെടും. അതിനെക്കുറിച്ചോ സമഗ്രമായതൊന്നും പറയാത്ത ഒരു നന്ദിപ്രമേയ പ്രസംഗമാണുള്ളത്. ഒരു സ്ക്രിപ്റ്റഡ് പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ്, ഡൽഹി തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ കൊണ്ട് വായിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ഗൗരവ സ്വഭാവത്തിലുള്ളൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ രാജ്യം ലോകത്തിലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൽ 2005, 2006 മുതൽ തുടങ്ങിയ ഒരു പ്രവണതയുണ്ട്. നമ്മുടെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വർക്കിംഗ് ഫോഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അത് 2055, 56 വരെ തുടരും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് ഫോഴ്സ് ഇത്രയുമുള്ള ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷം വെറും ചെറുപ്പം ഉള്ള രാജ്യത്ത് ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? ആ ചെറുപ്പത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടെക്നോളജി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഈ ഗവൺമെൻറ്റിന് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇനി പുതിയ തലമുറയിൽ ഉയർന്നു വന്നിരിക്കുന്ന തൊഴിൽ സംരംഭങ്ങളിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഒരു കാര്യവുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള ആകുലതകളാണ്. ഞാൻ ബി.ജെ.പിയുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കൂ. നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾ 2 ലക്ഷം ആലോചിക്കണം, വെറും 3.5 കോടിയോളം ആളുകളാണ് ടാക്സ് പേയേഴ്സായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ചെറു ന്യൂനപക്ഷത്തിന് കൊടുത്തൊരു ഇളവിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് ആ ബഡ്ജറ്റിനെ ചൂണ്ടിയിട്ട് നിങ്ങൾ ഡൽഹിയിൽ പത്രപരസ്യം കൊടുക്കുകയാണ്. എന്താണ്? ഡൽഹി ജനതയ്ക്ക് വേണ്ടിയുള്ള ഇതാണത്രേ, ഏത് ബഡ്ജറ്റാണത്രേ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് GST ഇളവ് വരുത്താൻ കഴിയുമോ? ജനം ചോദിക്കുന്ന അതാണ്. ജനത്തിന് ഭാരം കൊണ്ട് സഹിക്കാനാകുന്നില്ല ജീവിക്കാൻ. GST ഇളവ് വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഇന്ധന വിലയിൽ നിങ്ങൾ കുറവ് വരുത്താൻ തയ്യാറാണോ? ഞാൻ കഴിഞ്ഞ ദിവസം വളരെ കൗതുകരമായൊരു ഡേറ്റ എടുത്തു. എന്താണെന്നറിയോ? CNGയിൽ വന്നിരിക്കുന്ന വാർത്ത, ഈ ദ്രവീകൃത പ്രകൃതിവാതത്തിൽ CNGയിൽ എന്താ CNG എടുത്ത് പറയാൻ കാരണം? ലോകമാകെ ഇന്ത്യ വിവിധ ട്രീറ്റുകളിൽ പോയി ഒപ്പിട്ടിട്ട് വരുന്നിരിക്കുകയാണ്. കാർബൺ എമിഷൻ 2030 2040 2050 നമ്മൾ ഇത്ര കണ്ട് കുറയ്ക്കും എന്ന് ശബ്ദം എടുത്തിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ബി.ജെ.പിയുടെ പ്രതി നേരത്തെ സംസാരിക്കുന്നുണ്ട്, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ അഭിമാനത്തോടെ നിൽക്കുന്നു. എങ്ങനെയാണ് സാർ അഭിമാനത്തോടെ നിൽക്കുക? നമ്മൾ ലോകത്തിന് വാക്കുകൊടുത്തിരിക്കുകയാണ് കാർബൺ എമിഷൻ കുറയ്ക്കുമെന്ന്. എന്നിട്ട് CNGക്ക് നിങ്ങൾ കൂട്ടിയതിൻ്റെ വില കണ്ടാൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഭാഷ പറഞ്ഞെടുത്ത് പറഞ്ഞാൽ പെറ്റ തള്ള വെറുക്കില്ല.